ഇസ്രായിൽ മിഅ്റാജ് ഉണ്ടോ? ഉണ്ട്. ഇസ്രാ ഉണ്ടോ? ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരികമായി തന്നെ സഹോദരങ്ങളെ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും പോയിട്ടുണ്ട്. അത് സ്വപ്നമല്ല, ശരീരത്തോടു കൂടി തന്നെയാണ് എന്ന് എന്നോ നമ്മൾ അംഗീകരിച്ച കാര്യമാണ്. കാരണം സ്വഹീഹ് ഹദീസിൽ വന്നതാണ്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ ഒരു സംഭവത്തെ കൃത്യമായി നമ്മൾ പഠിക്കുകയും അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും പ്രവാചകനെ നമ്മൾ ആ രൂപത്തിൽ പിൻപറ്റുകയും ചെയ്യുക എന്നതല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഖുർആനിനേക്കാൾ പോരിശയോടുകൂടിയുള്ള ഖുർആൻ അവതരിപ്പിച്ച റമദാനിനേക്കാൾ പോരിശയുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി നമ്മൾ നോമ്പ് നോൽക്കണോ, അതുപോലെ തന്നെ 100 റക്അത്ത് നമസ്കരിക്കണോ, അതുപോലെ തന്നെ ആ മിഅ്റാജുമായി കൊണ്ട് ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ റജബ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ 15-ന് പ്രത്യേകമായി നോമ്പ് നോൽക്കണമെന്ന് പറയാറുണ്ട്. ശഅബാൻ 15-ന്റെ ചക്കരച്ചോറും ശഅബാൻ 15-ന്റെ നോമ്പും ഒക്കെ മുസ്ലിം സമുദായത്തിൽ ഇന്ന് പുതുതായി കടന്നു വന്നതാണ്. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പോലും ബറാഅത്ത് രാവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബറാഅത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ശഅബാൻ 15 എന്ന് പറഞ്ഞുകൊണ്ട് ചക്കരച്ചോറുണ്ടാക്കുന്നതിനെ കുറിച്ചെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എതിർത്തിട്ടുണ്ട്. ഇതൊരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നതല്ല. ഇത് പിൽക്കാലത്ത് ദീനിലേക്ക് കടന്നുകൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പോലും ചില ആളുകൾ ഇത് അനുഷ്ഠിച്ചപ്പോൾ അവരെ അതിശക്തമായി ചാട്ടവാറ് കൊണ്ട് മർദ്ദിച്ച സംഭവം വരെ ഉണ്ട്. അതുകൊണ്ട് അന്ന് പ്രത്യേകമായി നിങ്ങൾ സുന്നത്ത് നോമ്പ് ഒരു മാസത്തിൽ നമുക്കറിയാം തിങ്കൾ വ്യാഴമുണ്ട്, 13, 14, 15 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ സുന്നത്ത് നോമ്പുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസങ്ങളും അനുഷ്ഠിക്കുമ്പോൾ അത് ശഅബാൻ 13, 14, 15 അനുഷ്ഠിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ശഅബാൻ മാസത്തിൽ 15-ന് മാത്രം ഒരു നോമ്പ് അത് പ്രത്യേകം സുന്നത്താണെന്ന് വിചാരിച്ചാൽ ബിദ്അത്തായി. അതാണ് ഇസ്ലാമിന്റെ ഒരു നിയമം. ഞാൻ പറഞ്ഞല്ലോ, അഡ്രസ് ഇല്ലാത്തൊരു കത്ത് പോസ്റ്റ് ചെയ്താൽ അത് കൃത്യമായിട്ട് അവിടെ എത്തുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അമൽ അല്ലാഹു കബൂലാക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച അഡ്രസ് വേണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സുന്നത്ത് നോമ്പുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അനവധി സുന്നത്ത് നമസ്കാരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അന്നദാനം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ? പായസം കുടിക്കണീനോ ഒന്നും ഇസ്ലാം എതിരില്ല. പക്ഷേ പ്രത്യേകമായി ശഅബാൻ 15-ന് നോമ്പ് നോൽക്കുകയും അന്ന് 100 റക്അത്ത് നിസ്കരിക്കുകയും അന്ന് പ്രത്യേകമായ രൂപത്തിൽ സഹോദരങ്ങളെ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയും അതിനുവേണ്ടി കൂടിയിരുന്നിട്ട് പ്രത്യേകം ദിക്ർ സ്വലാത്തുകളൊക്കെ ചെയ്താൽ ആ പ്രവർത്തനം ബിദ്അത്തായി മാറി. എന്താ കാരണം അറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിവസം തെരഞ്ഞെടുത്ത്, മാസം തെരഞ്ഞെടുത്ത്, പ്രത്യേക ഡേറ്റ് തെരഞ്ഞെടുത്ത് പുണ്യം വാഗ്ദാനം ചെയ്ത് ദഈഫായ ദുർബലമായ റസൂലിലേക്ക് സനദ് എത്താത്ത അല്ലെങ്കിൽ ദുർബലമായ ഹദീസുകളുടെ പിൻബലത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബറാഅത്ത് രാവ്, അതുപോലെ തന്നെയുള്ള ഈ പ്രവർത്തനങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. മിഅ്റാജ് ഉണ്ട്, ഇസ്രാ ഉണ്ട്, പക്ഷെ അതിന്റെ പേരിൽ മിഅ്റാജ് നോമ്പില്ല. പ്രത്യേകമായി കൊണ്ട് അന്നൊരു ആരാധനാ കർമ്മങ്ങൾ അധികമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് അനുഷ്ഠിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻബലമില്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നല്ലതല്ലേ എന്നാ ചോദ്യം. നല്ലതാണെന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണല്ലോ നമ്മൾ സഹോദരങ്ങളെ 5 നേരത്തെ നിർബന്ധ നമസ്കാരം പള്ളിയിൽ വെച്ച് ഫർളായി നമസ്കരിക്കുന്നു, നമ്മൾ ജമാഅത്തായി നിർവഹിക്കുന്നു. അതിൽ ഒരു വക്ത് നിസ്കരിച്ചാൽ 27 ഇരട്ടി കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും ആ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ആ ഫർള് നമസ്കാരത്തിന്റെ റവാത്തിബ് സുന്നത്തുകൾ എന്നറിയപ്പെടുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കലുണ്ടോ? ഒരു പള്ളിയിലെ ഉസ്താദ് പറയാറുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുത്താൽ 27 ഇരട്ടി കൂലി. എന്നാൽ അദ്ദേഹം പറയാണ് ഇന്നു മുതൽ നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ ഒറ്റക്കല്ല, ഞാൻ നേതൃത്വം നൽകും, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വേണം. റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന് ആരെങ്കിലും കൂടുവോ? നിസ്കാരല്ലേ, സുജൂദല്ലേ, റുക്കൂഅല്ലേ, നല്ലതല്ലേ, കൂടി ചെയ്താൽ കൂലി കിട്ടൂലേ എന്ന് വിചാരിച്ചാൽ കിട്ടൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ബാങ്ക് എത്ര നല്ല ദിക്റാ സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയൊക്കെയാണ്. എന്നാൽ നമ്മൾ വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നു, അല്ലേ? എന്തുകൊണ്ടാ പെരുന്നാളിന് ബാങ്ക് കൊടുക്കാത്തത്? ഉസ്താദിനോട് ചോദിച്ചു നോക്കൂ. പെരുന്നാളിന് 8:30 മണിക്ക് പെരുന്നാൾ നമസ്കാരം എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലിയിട്ട് പെട്ടെന്ന് കാലി അല്ലെങ്കിൽ അവിടുത്തെ മുത്തഅല്ലിമുകളെ മൈക്ക് മുട്ടിയിട്ട് പറയുകയാണെന്ത്, എല്ലാവരും വേഗം ഒതുവെടുത്ത് വരണം, 5 മിനിറ്റ് ബാക്കിയുള്ളൂ, ഒരിക്കലും കാത്തു നിൽക്കൂല, അല്ലാഹു അക്ബർ എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നത്? കൂലി കിട്ടും ചെയ്യും, ആൾക്കാർക്ക് മനസ്സിലാവും ചെയ്യും. ഒരു മുട്ടന് മുട്ട, ഒരു ബാങ്ക് കൊടുക്കുക. എന്താ അങ്ങനെ തീരുമാനിച്ചാൽ? ഉസ്താദിനോട് ചോദിച്ചു നോക്കി. ബാങ്ക് നല്ല ദിക്ർ തന്നെയാണ്, പക്ഷേ ജുമാക്ക് റസൂൽ ബാങ്ക് കൊടുപ്പിച്ചിട്ടുള്ളൂ, പെരുന്നാളിന് ബാങ്ക് കൊടുപ്പിച്ചിട്ടില്ല. അതെന്തേ ബാങ്ക് അവിടെ കൊടുക്കാത്ത? രവിതങ്ങളുടെ ചരിയിലില്ല. ഇതുപോലെ സഹോദരങ്ങളെ ഒരിക്കലും തന്നെ
ഈ മിഅ്റാജ് നോമ്പോ ഈ രൂപത്തിലുള്ള ശഅബാൻ 15ന്റെ ആചാരങ്ങളോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇനി ഇതിനോടനുബന്ധമായി എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മൗലിദ് 3 നൂറ്റാണ്ടിന് ശേഷം നിർമ്മിക്കപ്പെട്ടതാണ്, അത് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ സാധാരണക്കാരായ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മൗലിദ് ചൊല്ലുന്നു. സാധാരണക്കാരായ ആളുകൾ അവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരു വലിയ തുക തന്നെ നൽകിക്കൊണ്ട് മൗലിദ് നേർച്ചയാക്കി ചൊല്ലിപ്പിക്കുന്നു. എന്താണ് ഈ മൗലിദിലൂടെ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ച തൗഹീദിന് എതിരായ വിശ്വാസങ്ങളാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? തൗഹീദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. സ്വർഗം കിട്ടണമെങ്കിൽ നേടേണ്ട വിശ്വാസമാണ് തൗഹീദ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഈ സ്വർഗത്തിന്റെ താക്കോലാണെന്ന് നിങ്ങൾ അനവധി വാതിലൂടെ കേട്ടിട്ടുണ്ടാവും. മൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവർ സ്വർഗത്തിലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശം അത് പ്രഖ്യാപിച്ച് അത് ജീവിതത്തിൽ കൃത്യമായി അതിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അത് പ്രഖ്യാപിച്ച് മരിച്ചെങ്കിലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു അബദ്ധ വിശ്വാസമായ ശിർക്ക് കടന്നു വന്നാലോ? എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവേ, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്ന, അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന മാരകമായ പാപമാണ്, അബദ്ധമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്ക് ചേർക്കലാണ്. അള്ളാഹുവിൽ മാത്രം നൽകേണ്ട റബ്ബിന്റെ സിഫത്തിന്, അള്ളക്ക് മാത്രം നൽകേണ്ട ഇബാദത്തിൽ ആര് അള്ളാഹുവിന്റെ പടപ്പുകളെ വിളിച്ചു തേടുകയോ ഇസ്തിഹാസ നടത്തുകയോ നേർച്ച കൊടുക്കുകയോ അവരോട് സങ്കടം പറയുകയോ ആ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി നമ്മളെ കാണാനും കേൾക്കാനും അറിയാനും കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയോ ചെയ്താൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിയും, തകരും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായ ശിർക്കൻ വിശ്വാസം ജീവിതത്തിൽ വന്നാൽ സ്ഥിതി എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്തിലൂടെ സ്വർഗം അവർക്ക് ഹറാമാകുന്നതാണ്, നരകം അവരുടെ മേൽ ശാശ്വതമാകുന്നതാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് ശിർക്ക് വെക്കുന്നു അവരുടെ മേൽ അല്ലാഹു സ്വർഗം ഹറാമാക്കും, മാത്രമല്ല നരകം ശാശ്വതമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അല്ലാഹു തആല പറഞ്ഞു 4-ാം അധ്യായം സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്തിലൂടെ 116-ാമത്തെ ആയത്തിലൂടെ എന്ത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആലയിൽ പങ്കുവെക്കുക എന്ന പാപം ഒരിക്കലും അവൻ നിങ്ങൾക്ക് പുറത്തു തരൂല. മറ്റേത് പാപവും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരുപക്ഷെ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. അഥവാ കല്ലുകുടി, വ്യഭിചാരം, മോഷണം തുടങ്ങിയ അതിന് താഴെയുള്ള എന്തൊക്കെ നെറികെട്ട പാപങ്ങൾ ഉണ്ടായാലും ഒരാൾക്ക് അല്ലാഹു തആല അതൊക്കെ ഒരുപക്ഷേ ഒരു കുറ്റം പോലും നൽകാതെ പുറത്തു കൊടുത്തേക്കാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇനിയോ കുറ്റം നൽകിയാലും ശാശ്വതമായി ആ തെറ്റ് ചെയ്തോ നരകത്ത് കിടക്കൂല. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നല്ല ഇബാദത്തൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്, പക്ഷെ ശിർക്ക് വല്ല ജീവിതത്തിലുണ്ടെങ്കിലോ ആ നല്ല കർമ്മങ്ങൾ ഒന്നും അവന് ഉപകാരപ്പെടൂല, അവൻ ശാശ്വതമായി നരകത്ത് കിടക്കും ചെയ്യും. 39-ാം അധ്യായം സൂറത്ത് സുമർ 65-ാമത്തെ ആയത്ത്. ഇവൾ എന്തിനാണ് ആയത്ത് നമ്പറും അധ്യായം നമ്പറും പറയുന്നത്? ഇത് കമ്മട്ടമല്ല, കൊട്ടക്കണക്കല്ല, ഞങ്ങൾ ആധികാരികമായ തെളിവാണ് ഉദ്ധരിക്കുന്നത് എന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ബോധ്യമുണ്ടാകാനും നിങ്ങൾക്കത് എഴുതിയെടുത്ത് പിന്നീട് പഠനം നടത്തണമെങ്കിൽ ഉപകാരദായമാകാനും വേണ്ടിയാണ് സഹോദരങ്ങളെ. അപ്പൊ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 65-ൽ അല്ലാഹു പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുഹമ്മദ് റസൂൽ ചൊല്ലിയ വിശ്വാസിയെ വിളിച്ചുകൊണ്ട് നബിതങ്ങളിലൂടെ നമുക്ക് നൽകുന്ന താക്കീത് എന്താണ്? അവന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും ശിർക്ക് ചെയ്താൽ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സദക്ക, ഉംറ, ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണം തുടങ്ങി ജീവിതത്തിൽ അവൻ സർവ്വതിന് സമ്മേളിച്ച സൽഗുണങ്ങൾ മുഴുവനും ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കിൽ വസ്തുക്കൾ നിറച്ച പോലെ തകർന്നു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. എങ്കിൽ സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കുന്ന ശിർക്കൻ വിശ്വാസമാണ് ഈ മൗലിദിലൂടെ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നത്. നിഷ്കളങ്കരായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാനത് പാടിത്തരാം, പറഞ്ഞു തരാം. വീടുകളിലും പള്ളികളിലും ചൊല്ലുന്ന മൗലിദ് കിതാബുകളിൽ പ്രശസ്തമായൊരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് മൗലിദ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് തന്നെ എന്താണെന്നറിയുമോ? ഈ മങ്കൂസ് മൗലിദിലൂടെ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ കേട്ടോളൂ. ഒന്നാമതായി പറയാൻ, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ
വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലേ? നല്ല ഈണത്തില് നല്ല അലക്കുന്നൊക്കെ അറഫ് വെളിവാക്കിയിട്ട് ഇത് ചൊല്ലുമ്പോൾ ആൾക്കാർക്കൊരു സമാധാനം. എന്റെ വീട്ടിലൊന്ന് ഉസ്താദ് മൗലിദ് ഒന്ന് കനത്ത് ചെല്ലിയിട്ടുണ്ട്. അതെന്താ? കനത്ത് ചെല്ലെങ്കിലേ കനത്തിൽ കിട്ടുള്ളൂ. കനം കുറഞ്ഞ അതിനനുസരിച്ച് കനം കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി ഇത് ചൊല്ലും. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് റസൂലുള്ളാഹി സമയോ സ്വഹാബത്തോ ഒക്കെ ചൊല്ലിപ്പോന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താണ് ഇതിലൂടെ പറഞ്ഞത്? നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ച വിശ്വാസത്തിന് നേരെ എതിര്. അഥവാ മഹാനായ റബീഉൽ അവ്വൽ മാസത്തിൽ സന്മാർഗ പ്രവാചകനായ ആ പ്രവാചകനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജനിപ്പിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ സ്വീകാര്യോഗ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ആ വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്. ബർസഞ്ചി മൗലിദിൽ പോലും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ജനനത്തെ സംബന്ധിച്ച് വഖ്തുലിഫ ഫീ ആമിൻ വിലാദത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫീ ശഹരിഹാ വഫീ യൗമിഹാ ഉലമാഇൽ മർഫൂഅ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ വർഷത്തിലും മാസത്തിലൊക്കെ തർക്കമുണ്ട് എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് എന്നതിൽ തർക്കമില്ല. അത് ആധികാരികമാണ്. എന്നാൽ ഏതായാലും ഇവിടെ പറയുന്നത് റബീഉൽ അവ്വലിൽ ജനിപ്പിച്ചു എന്നായിക്കോട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിപ്പിച്ച അല്ലാഹു പരിശുദ്ധനാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അത് കളവാണ്. ലോകം പടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം അല്ലാഹു തആല അവന്റെ ലോകത്ത് പടച്ചു വെച്ചു. ഇതിന് ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഒരു തെളിവില്ല സഹോദരങ്ങളെ. ഇത് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ദുർബലമെന്ന് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ഇവരുണ്ടാക്കിയതാണ്. ഒരു രേഖയും ഇതിനില്ല. ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്, നൂറാണ്, ഒളിയാണ് എന്ന് ഇവർ പറയുമ്പോൾ ഇതിനെന്ത് രേഖയാണുള്ളത്? ഇത് പ്രമാണവിരുദ്ധമാണ്. ഈ വലിയ നുണ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് പറയുന്നത് വഅഖ്റജഹു ഫീ ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ മൗലിദ് ചൊല്ലിപ്പോരുകയാണ്. എന്നിട്ട് അവിടുന്ന് പിന്നീട് പറയുന്നു അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദമ വഫ്തഖറ ബിഖൗനിഹി വാലിദാ വസ്തഗാസ ബിഹി നൂഹ് ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഫആദ വസാറ ലഹു ബിഹാ മുഹ്മദാ. 4 കളവുകളാണ് ഇവിടെ പറയുന്നത്. റസൂലുള്ളാഹിന്റെ പേരിലാണ് ഈ പറയുന്നത്, ഖുർആന്റെ പേരിലാണ് ഈ പറയുന്നത്. സഹോദരങ്ങളെ, ഒരു രേഖയുമില്ലാതെ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ കളവുകൾ പറഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താ? സയ്യിദുനാ ഹബീബുനാ ഷഫീഉനാ ഇമാമുൽ ഖിബ്ലത്തൈൻ ഇമാമുൽ ഹറമൈൻ ഹബീബ് റബ്ബുൽ ആലമീൻ ലോകത്തോട് പറയാണ്, മൻ കദബ അലയ്യ മുതഅമ്മിദ, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം ഒരു കളവ് കെട്ടിച്ചമച്ച് റസൂലുള്ളാഹി പറഞ്ഞാൽ ഫല്യതബവ മഖഅദഹു മിനൻ നാർ, അവന് നരകത്തിൽ ഒരു സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. റിസർവേഷൻ കൃത്യമായിട്ട് നടത്തേണ്ടി വരും. എവിടെ? സ്വർഗത്തിലല്ല, നരകത്തിൽ. വീണ്ടും നബി തങ്ങൾ പറഞ്ഞു മൻ ഫസ്സൽ ഖുർആന ബിറഅയിഹി, ആരെങ്കിലും ഖുർആൻ ഓതിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആയത്തോ വ്യാഖ്യാനങ്ങളോ പറഞ്ഞാൽ റസൂലുള്ള പറയാത്ത അർത്ഥം, നബി തങ്ങൾ വ്യാഖ്യാനിക്കാത്ത വ്യാഖ്യാനം, അഹ്ലുസുന്നയുടെ കിതാബുകളിലൂടെ സ്ഥിരപ്പെടാത്ത വ്യാഖ്യാനം, ആരെങ്കിലും തന്റെ ഖുറാഫാത്തുകൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക്, ഹദീസ് നിഷേധങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യത്തിന് സംഘടനകൾ നിലനിർത്താൻ ആരെങ്കിലും ഓതിയാൽ ഫല്യതബവ മഖഅദഹു മിനൻ നാർ, അവരും നരകത്തിൽ ഒരു സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയ താക്കീതാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് ചൊല്ലിപ്പിക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കണം. ഇതിലൂടെ പറയുന്ന കഥ നിങ്ങൾ വിശ്വസിച്ചാൽ, ഇത് പുണ്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, അള്ളാഹിന്റെ ഹബീബിന്റെ പേരിൽ കളവ് പറഞ്ഞതിന്റെ പാപഭാരം റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. നരകത്തിൽ സീറ്റ് റിസർവേഷൻ ഉറപ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹൃദയത്തിൽ നമ്മുടെ സംസാരം സ്വാധീനം ചെലുത്തുമാറാകട്ടെ. നമ്മൾ ഒരു സ്വാർത്ഥ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടല്ല, നിങ്ങളുടെ വെറുപ്പും വിദ്വേഷവും മനസ്സിലെ മുറുമുറുപ്പും ഉണ്ടായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് എന്തിനാ? ഈ ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാം മരണപ്പെട്ടു പോകണം. എന്താണ് ഇതിലൂടെ പറയുന്നത്? ഒന്നാമത്തെ കളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിയെപ്പറ്റിയാണ്. അല്ലേ? ലോകം പടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം സൃഷ്ടിച്ചു വെച്ചു എന്നാണ്. ഈ പ്രകാശം ഉപയോഗിച്ചാണ് അമ്പിയാക്കന്മാരൊക്കെ അവരെ അല്ലാഹു തആല പരീക്ഷിച്ച ഘട്ടങ്ങളിലെല്ലാം രക്ഷപ്പെട്ടത് എന്നാ. എങ്ങനെ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട പഴം തിന്നപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ റസൂലുള്ളാഹിനെ തവസ്സുലാക്കിയിട്ടാണ്
അല്ലാഹു തആലയിലേക്ക് തേടിയത്. അപ്പോഴാണ് അല്ലാഹു തആല ആ തെറ്റ് പുറത്തു കൊടുത്തതെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെയാണ് ഈ കൗതുക വാർത്ത? ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ സഹോദരനെ ഖുർആൻ പറഞ്ഞത് എന്താ? നസ്സായ വ്യാഖ്യാനം എന്താ? ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാതുൻ ഫതാബ അലൈഹി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു തൗബയുടെ വാചകം ഇറക്കി കൊടുത്തു. ആ തൗബയുടെ വാചകം വെച്ച് അല്ലാഹുവിനോട് തേടിയെന്താ? ഖുർആൻ പറഞ്ഞു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി, ഞങ്ങൾക്ക് നീ പുറത്തു വന്നില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകും നബിയേ. അല്ലാഹുവേ, ആരോടാ തേടിയത്? അല്ലാഹുവോട് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാം തേടിയോ? ഇല്ല സഹോദരങ്ങൾ. അപ്പൊ ആരോടാണ് നമ്മൾ തെറ്റ് ചെയ്താൽ തേടേണ്ടത്? ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നാൽ തേടേണ്ടത് അല്ലാഹുവോടാണ്. പക്ഷെ അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് തേടാനുള്ള തെളിവ് ഖുർആൻ കൊണ്ടോ സ്വഹീഹ് ഹദീസ് കൊണ്ട് കിട്ടിയില്ല. അപ്പൊ ഉണ്ടാക്കി മങ്കൂസിലൂടെ അവർ തെളിവ് കൊടുത്തു. അല്ല, ആലോചിച്ച് നോക്കി, മങ്കൂസ് മോളിലൂടെ തെളിവ് കൊടുത്തു അല്ലേ? ഇനി കഴിഞ്ഞില്ല, പിന്നെ പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് തൂഫാനുണ്ടായി, ജലപ്രളയമുണ്ടായി അല്ലേ? ആ തൂഫാൻ എന്ന മാരകമായ ശിക്ഷ ഉണ്ടായപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും നൂഹ് നബിയിൽ വിശ്വസിച്ച വിശ്വാസികളെയും അള്ളാഹുവാണ് രക്ഷപ്പെടുത്തിയത്. അള്ളാഹുവിനോടാണ് നൂഹ് നബി അനുയായികളെ തേടിയതെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാലോ മങ്കൂസ് മോലിൽ പറയാണെന്ത്? വസ്തഗാസ ബിഹി നൂഹുൻ. നൂഹ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇസ്തിആസ ചെയ്തു. നിങ്ങൾ തെറ്റാണ് ഈ വിശ്വാസം. അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ചു തേടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു നൂഹ് നബി എന്ന അബദ്ധ വിശ്വാസം, ശിർക്കൻ വിശ്വാസം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കാത്ത വിശ്വാസം സമൂഹത്തിൽ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല. മൂന്നാമതായി കൊണ്ട് സഹോദരങ്ങളെ പിന്നെ പറയുന്നു, വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹു ബിഹാ മുഹമ്മദാ. എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്രൂദ് എന്ന രാജാവ് തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒളി എന്ന പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകത്തുണ്ടായിരുന്നു. ഈ മുതുകത്തി പ്രകാശമുള്ളത് കൊണ്ടാണ് അനന്തരം ആ തീ കെട്ടുപോയത്. അവർ റസൂൽ ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്തത്? ഇബ്രാഹിം നബിയെ ശിക്ഷിച്ച ആ നമ്രൂദിന്റെ തീക്കുണ്ടാരം അണഞ്ഞത് എന്ന്. ഖുർആനിൽ പറഞ്ഞതോ, ഖുൽയാൻ ആറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പും സമാധാനവും നൽകൂ എന്ന് അള്ളാഹു തീനോട് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹോദരങ്ങളെ അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. അല്ലെങ്കിൽ ആ നബിതങ്ങളുടെ പ്രകാശം മുതുകത്തുണ്ടായത് കൊണ്ടാണ്, റസൂലിന്റെ ഇടപെട്ടത് കൊണ്ടാണ് തീ കെട്ടുപോയത് എന്ന മങ്കൂസ് പറഞ്ഞ കളവ്. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂഫാനിൽ രക്ഷപ്പെട്ടത് റസൂലിനെ തവസ്സുലാക്കിയത് കൊണ്ടാണ് തെളിവ്. സ്വർഗത്തിന് പഴം ഭക്ഷിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ആദം അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തത് റസൂലിനെ വെച്ചുകൊണ്ടാണെന്ന തെളിവ് കളവ്. ഈ മൂന്ന് കളവും ഇതിൽ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, മൂന്ന് കളവുകളും ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് വരെ, വഫാത്താകുന്നതിന്റെ ആ അവസാന ഘട്ടം വരെ എന്താണ് ലോകത്തിന് പഠിപ്പിച്ചത്? എന്താ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് 72-ാം അധ്യായം സൂറത്ത് ജിന്ന്. സഹോദരങ്ങളെ, 20-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാം, ഖുൽ പറയൂ നബിയേ, ഇന്നമാ ദുഉ റബ്ബി വലാ യുശ്രികു ബി അഹദാ. നിശ്ചയം അല്ലാഹുവിന്റെ ഭവനമാകുന്ന പള്ളികൾ, ആ അല്ലാഹു തആലയുടേതാണ് പള്ളികൾ എന്ന് പറഞ്ഞാൽ അത് ബൈത്തുള്ളയാണ്. എന്നാൽ ആ റബ്ബിന്റെ ഭവനമായ പള്ളിയിൽ അല്ലാഹു തആലക്ക് പുറമെ ഒരാളെയും വിളിച്ചു തേടാൻ പാടില്ല എന്ന് സൂറത്ത് ജിന്നിലെ 18-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചിട്ട് 20-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഖുൽ പറയൂ നബിയേ, ഇന്നമാ ദുഉ റബ്ബി, ഞാൻ എന്റെ അല്ലാഹുവിനോട് മാത്രമേ തേടുകയുള്ളൂ, ഇസ്തിഗാസ ചെയ്യുകയുള്ളൂ, ദുആ ചെയ്യുകയുള്ളൂ, വലാ യുശ്രികു ബി അഹദാ, അതിൽ ഞാൻ ഒരാളെയും പങ്കുവെക്കൂല. ഉണ്ടോ? ശിർക്ക് ഞാൻ ചെയ്യൂല. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഞാൻ എന്റെ തേട്ടമോ നേർച്ചകളോ ഇസ്തിഗാസകളോ വഴിപാടുകളോ കൊടുക്കൂല എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ അല്ലാഹു ആവശ്യപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാരെ വിളിച്ചു തേടിയ ഒരു പ്രാർത്ഥന സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഉണ്ടോ? സ്വഹാബികൾ മുസ്ലിങ്ങളാകുന്നതിന് മുമ്പ് മക്കയിലെ മുശ്രിക്കുകളായിരുന്നു അല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ വെളിച്ചവുമായി, അഹ്ലുസുന്നയുടെ വെളിച്ചവുമായി, തൗഹീദിന്റെ വെളിച്ചവുമായി അവിടെ കടന്നു വരുമ്പോൾ അവരാരോടൊക്കെ തേടിയിരുന്നു? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട കഅബാലയത്തിനകത്ത് ഇബ്രാഹിം നബിയുടെ വിഗ്രഹമുണ്ടായിരുന്നു.
ഇസ്മായിൽ നബിയുടെ വിഗ്രഹമുണ്ടായിരുന്നു. ലാത്ത മനാത്ത ഹുബുൽ ഉസ്സ വദ്ദ് സുവാഇ യഊഖ് യഊസ് നസ്ർ, ഇതെല്ലാം സ്വാലിഹികളാണെന്ന് സഹോദരങ്ങളെ തഫ്സീറുകളിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നല്ല മനുഷ്യന്മാരായിരുന്നു എന്ന് തഫ്സീറുകൾ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അമ്പിയാക്കളും ഔലിയാക്കളും ഇന്നത്തെ ജാറങ്ങൾക്ക് പകരമായ കല്ലുകൾ നാട്ടിവെച്ച് മക്കത്തെ മുശ്രിക്ക് അള്ളാഹിനോട് തേടുന്നതിന്റെ കൂടെ, അള്ളാഹ്ക്ക് നേർച്ച കൊടുക്കുന്നതിന്റെ കൂടെ, അള്ളാഹു തആലയെ വിളിച്ച് സത്യം ചെയ്യുന്നതിന്റെ കൂടെ അമ്പിയാക്കളെ വിളിച്ച് തേടും, ഔലിയാക്കളോട് ഇസ്തിആസ ചെയ്യും, മഹാന്മാരായ ആളുകളുടെ മാർഗത്തിൽ പൊരുത്തം കിട്ടാൻ നേർച്ച വഴിപാടുകൾ കൊടുക്കും. ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് ചെയ്തു കൂട്ടിയ തനിച്ച അബദ്ധ വിശ്വാസങ്ങൾ സഹോദരങ്ങളെ അബൂജഹലടങ്ങുന്ന മക്കത്തെ മുശ്രിക്കിന്റെ പാരമ്പര്യമാണ്. ആ റൗദയിൽ കിടക്കുന്ന മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യമല്ല, സിദ്ദീഖുൽ അക്ബർ അടങ്ങുന്ന അഹ്ലുസുന്നത്തിന്റെ അമരക്കാരായ സ്വഹാബത്തിന്റെ പാരമ്പര്യമല്ല. ആ പാരമ്പര്യത്തിൽ ഇന്ന് കൃത്യമായി പിടിച്ചിട്ടുള്ളവരാണ് മുജാഹിദ് ആവാസമിതിയുടെ ആളുകൾ. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അബൂജഹലിന്റെ പാരമ്പര്യം വിട്ടുകൊണ്ട് നബി തങ്ങളുടെ പാരമ്പര്യത്തിൽ മടങ്ങാനാണ്. കാരണം സഹോദരങ്ങളെ, അവര് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ഈ രൂപത്തിൽ മഹാന്മാരെ വിളിച്ചു തേടിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ فَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ. 10-ാം അധ്യായത്തിലെ 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നബിയോട് പറയുന്നു, ചോദിക്കൂ റസൂലേ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത, നിങ്ങളെ കാണാത്ത, നിങ്ങളെ കേൾക്കാത്ത, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാത്ത ഈ മഹാന്മാരായ ആളുകളെ എന്തിനാ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? ഇവർക്ക് എന്തിനാ നിങ്ങൾ നേർച്ച കൊടുക്കുന്നത്? ഇവരെ വിളിച്ച് എന്തിനാ നിങ്ങൾ തേടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താണ്? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ ഞങ്ങൾക്ക് പരലോകത്തുള്ള ശുപാർശക്കാരാണ് മുഹമ്മദേ. കണ്ടെങ്കിൽ ഇന്നൊരു ജാറത്തിങ്ങ് പോയി ജാറം മൂടി അവിടെ ഉള്ള നിലവിളക്കിൽ നിന്ന് എണ്ണ കുടിച്ച് അത് ശരീരത്തിൽ പുരട്ടി കുറച്ച് പാർസലാക്കി, ഉറുക്ക്, ഏലസ്, ഐക്കല്ല് മുതലായവ കൊണ്ടുവന്ന് അവിടുന്ന് ഒരു വർഗത്തിന്റെ നാണയമോ പച്ച തുണിയോ വെട്ടിയത് കൊണ്ടുവന്ന് അങ്ങനെ ആ തങ്ങളോട് ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി വിഷമങ്ങളും വേവലാദികളും ബുദ്ധിമുട്ടുകളും ഒക്കെ കരഞ്ഞു പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ഇക്കാക്കാനങ്ങൾ വിളിച്ചിട്ട് ചോദിക്കി, എന്തിനാ പൊന്നാരക്കാക്കങ്ങൾ ഈ ജാർത്തങ്ങ പോയത്? ഖബർ സിയാറത്തിന്റെ സുന്നത്ത് ഇട്ടാനാ? ആണോ? ഖബർ സിയാറത്തിന്റെ സുന്നത്താണെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചത് എവിടെ? നമ്മുടെ മഹല്ല് ഖബർസ്ഥാനാകുന്ന പാപ്പാന്റെ ഉമ്മാന്റെ ജേട്ടന്റെ സഹോദരങ്ങളുടെ ഖബർസ്ഥാന. അതിലേക്ക് പോകണമെന്നതിന്റെ പരിസരത്തുള്ള പോകുമ്പോൾ അവർക്ക് സലാം ചെല്ലണം, അള്ളാഹുവിലേക്ക് അവർക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. പരലോക ചിന്തയും മരണചിന്തയും നമ്മൾ ഉണ്ടാക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്താണ്. പിന്നെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നാം സഹോദരങ്ങളെ ആകെ പോകാൻ അനുവദിക്കപ്പെട്ടത് 3 പള്ളിയിലേക്കാണ്, 3 ഖബറിലേക്കല്ല. മസ്ജിദുൽ നബവി എന്ന് പറയുന്ന പള്ളി, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളി, ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആ 3 പള്ളിയുടെ പ്രത്യേകത എന്താണ്? മസ്ജിദുൽ ഹറാമിൽ ഒരു വഖ്ത് നിസ്കരിച്ചാൽ 1,00,000 കൂലി, മസ്ജിദുൽ നബവിയിൽ സഹോദരങ്ങളെ ഒരു വഖ്ത് നിസ്കരിച്ചാൽ 1000 കൂലി, മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസിൽ ഒരു വഖ്ത് നിസ്കരിച്ചാൽ 500 കൂലി, അല്ലേ? അപ്പൊ ഈ രൂപത്തില് പ്രതിഫലമുള്ള പള്ളിയിൽ നിന്ന് പുണ്യം പ്രതീക്ഷികൾക്ക് യാത്ര പോകാം. ആ കൂട്ടത്തിലോ അവിടെയുള്ള ഖബറാളികൾക്ക് വേണ്ടി അല്ലാഹുവോട് തേടാം. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖബർ സിയാറത്ത്. മറിച്ച് ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളായ ഖബറാളികളെ വിളിച്ചു തേടാൻ വേണ്ടി ടൂർ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ സകലമായ ജാറങ്ങളും കേരളത്തിന് പുറത്തുമുള്ള സകല ജാറങ്ങളിലും സന്ദർശിച്ച് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും സഹോദരങ്ങളെ, വിശ്വാസികൾ ചെയ്ത നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള സകലമായ സൽഗുണങ്ങളും ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം അള്ളാഹുവിനെ പുറമെ മറ്റുള്ളവരെ വിളിച്ചു തേടുന്നു, അവരെ ഭരമേൽപ്പിക്കുന്നു, അവരോട് ഇസ്തിആസ ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു വിശ്വാസമായിരുന്നു മക്കയിലുണ്ടായിരുന്ന മനുഷ്യന്മാർക്ക്. അവർക്ക് അള്ളാഹുവിന്റെ മഹത്വം അതാ റസൂൽ ഓതിക്കൊടുത്തു, റബ്ബിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. കാരണം എന്താ? അവർ പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ ഒരുപാട് പാപം ചെയ്തവരാ, ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തവരാ, ഞങ്ങൾ നേർക്കുനേർ അള്ളാഹിനോട് കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഞങ്ങളെ കൈ സ്വീകരിക്കൂല. അതുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട മഹാന്മാരിലേക്ക് ഞങ്ങളിത് പറയും, അവർ അള്ളാഹിനോട് പറയും. അതാണ് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. അപ്പോ ഈ ഇക്കാക്കാനോട് നമ്മൾ ചോദിക്കുകയാണ്, പൊന്നാരക്കാക്ക, എന്തിനാ നിങ്ങൾ ജാറം മൂടിയിട്ട് അവിടെ പോയി സങ്കടം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഖുർആനിൽ ഇവരെ പറ്റി പറഞ്ഞ അതേ മറുപടി ആയിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ അത് സത്യാന്ന് പറയുന്നത് എന്താ? അദ്ദേഹം പറയും, പൊന്നു മുജാഹിദേ മോനെ, ഞാൻ ഈ മഹാത്മാക്കളായ മമ്പർത്തങ്ങളുടെ ഏർവാടി മുനമ്പത്തൊക്കെ പോയത് ഓലൊക്കെ പടച്ചോന്മാരാണെന്ന വിശ്വാസത്തിലല്ല, ഓലാണ് ലോകം നിയന്ത്രിക്കണമെന്ന വിശ്വാസത്തിലല്ല, മറിച്ച് ഓലൊക്കെ വലിയ വലിയ മഹാന്മാരാണ്, വലിയ ഇബാദത്ത് ചെയ്തവരാണ്, അള്ളാഹ് തൃപ്തിപ്പെട്ടവരാണ്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളിലല്ലോ. അപ്പൊ നേർക്കുനേരെ നമ്മളോട് ദ്വാരക്കിനേക്കാൾ നല്ലത് അള്ളാഹിനോട് ദ്വാരക്കിനെ കൂടെ തന്നെ ബലെടുത്ത് പോയി പറഞ്ഞാലോ ഓല അള്ളാഹുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ നമ്മളെ കാര്യം നമുക്ക് പെട്ടെന്ന് ഹാസിലായി കിട്ടും. ഓലെ ശഫാത്തോടെ നമുക്ക് സ്വർഗത്തിലും കയറാൻ പറ്റും, അല്ലേ?
വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായി 114 മുമ്പ് പറഞ്ഞു. 39-ാം അധ്യായം എഴുതി വെച്ചോളി. 3-ാമത്തെ സൂക്തം എന്താ? വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ രക്ഷാധികാരികൾ ഔലിയാക്കളെ സ്വീകരിച്ചവരുടെ വാദം അന്നും ഇന്നും ഖിയാമത്ത് നാൾ വരെ ഒന്നായിരിക്കും. ഖുർആൻ പറയാ എന്താണ് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള മീഡിയേറ്റർമാരായി മധ്യവർത്തികളായിട്ടല്ലാതെ ഞങ്ങൾ ഈ ഔലിയാക്കന്മാർ ഒറ്റാൾ ഉപയോഗിക്കുന്നില്ല. അല്ലേ? ഇതന്നല്ലേ ഉസ്താദന്മാർ പറയുന്നത്? അള്ളാഹു കൊടുത്ത കൈകൊണ്ട്, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്കും അമ്പിയാക്കും കൊടുത്ത കൈകൊണ്ട് അള്ളാഹു തആലയിൽ നിന്ന് കിട്ടിയ കഴിവാണ് എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹു തആലയാണ് രക്ഷകൻ, അള്ളാഹുവാണ് എല്ലാം പടച്ചവൻ പരിപാലിക്കുന്നവൻ എന്ന വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ അതിന് എന്താ പറഞ്ഞത്? സഹോദരങ്ങളെ കേട്ടോളൂ, അനവധി ആയത്തുകൾ തെളിവാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിലൂടെ പറയുന്നു. അതാ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? സൂറത്ത് റഅദ്, അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിർ, സൂറത്ത് റഅദ്. ആ റഅദിന്റെ 13-ാം അധ്യായം, സൂറത്ത് റഅദിന്റെ 14-ാമത്തെ ആയത്ത് എന്താ? കൊടുത്ത കൈവിൽ നിന്ന് തേടുക എന്നാണ് പറഞ്ഞത്. എന്നാ കേട്ടോളി, അല്ലാഹു തആല പറയുന്നത് എന്താണ്? ലഹൂ ദഅവത്തുൽ ഹഖ്, യഥാർത്ഥമായി വിളിച്ചു പ്രാർത്ഥന അല്ലെങ്കിൽ ഇസ്തിഗാസ അല്ലെങ്കിൽ ഇബാദത്താവുന്ന തേട്ടോ അത് അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതൊരു പടപ്പിനും കൊടുക്കാൻ പറ്റൂല. അല്ലാഹു പറയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, എന്നാൽ വല്ലദീന യദഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു തേടുന്നുവോ, ആരോടൊക്കെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ പൊട്ടിക്കറിയുന്നുവോ, അല്ലാഹു പറയുന്നില്ല യസ്തജീബൂന ലഹും ബിശൈഇ, അവരൊരു ഉത്തരവ് നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. നോക്കിങ്ങള് ഇവരെന്താ പറഞ്ഞ? കൊടുത്ത കഴിവുണ്ട്. കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരാൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, നമ്മൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, വീട് കെട്ടിമേയാനാണ്, ഒരു 5000 രൂപ തരൂ, 10000 രൂപ തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി? എന്റെ കയ്യിൽ 50,000 രൂപ ഉണ്ട്, എനിക്ക് ജീവിക്കുവാൻ ഒരുപാട് വകുപ്പുണ്ട്. പാവപ്പെട്ട ഒരുത്തൻ അവന്റെ ഭാര്യയുടെ മക്കളുടെ മാരകമായ രോഗത്തിന്റെ ഓപ്പറേഷന് വേണ്ടി ഒരു 25,000 ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള കഴിവ് എൻ്റെ അടുത്തുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ പരലോകത്ത് കുറ്റക്കാരാവോ ഇല്ലേ? ചിന്തിക്ക്. കൊടുത്ത കഴിവ് ഉണ്ടെങ്കിൽ കുറ്റക്കാരനാവും, അല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടാവും. എന്നാ ഈ അവസ്ഥയിൽ മഹാത്മാക്കളായ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചാൽ അല്ലാഹു പറയാതെ ഒരു ഉത്തരവ് നിങ്ങൾക്ക് ചെയ്യൂല, ഒരു ഉത്തരവ് പോലും ചെയ്യൂല. കപ്പന്താ? കൊടുത്ത കഴിവില്ല. അങ്ങനെ മഹാത്മാക്കളായ ആളുകൾക്ക് വഫാത്തിന് ശേഷം സഹോദരങ്ങളെ കൊടുത്ത കഴിവില്ല. അപ്പൊ പിന്നെ മുഇസ്സത്ത് കറാമത്തോ അത് സ്വന്തം കഴിവല്ല, സ്വതന്ത്ര കഴിവല്ല, സ്വയം പര്യാപ്തതയുള്ള കഴിവല്ല. അത് അല്ലാഹു തആല പ്രവാചകന്മാരാണെന്ന് ആ സമൂഹത്തിൽ തെറ്റിദ്ധരിച്ചവർക്ക് അംഗീകരിക്കാനും തങ്ങളുടെ അനുയായികൾക്ക് ഈമാൻ കൂടാനും അതുപോലെ തന്നെ അവരെ അമ്പിയാക്കളെ പ്രത്യേകം ആദരിക്കാനും അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്തിലും സന്ദർഭത്തിലും ഉദ്ദേശിക്കുന്ന തോതിലും അമ്പിയാക്കളിലൂടെ മുഇസ്സത്ത് വെളിപ്പെടുത്തും. അത് അള്ളാന്റെ കഴിവാണ്, അമ്പിയാക്കളെ കഴിവല്ല. അതുകൊണ്ടാണല്ലോ പിന്നെ ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുകയാണ്. ഞാൻ സന്ദർഭം പറയുകയാണ്, പഠിക്കാൻ വേണ്ടി പറയാം. ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ ഏകദേശം 1400 ചില്ലാണ് സ്വഹാബത്തുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ചരിത്രത്തിൽ അങ്ങനെയാണ്. ഈ സ്വഹാബത്ത് മുഴുവൻ പട്ടിണിയിലാണ്. കിടങ്ങാണെങ്കിൽ എത്ര ദൂരം കിഴക്കണം? അന്ന് JCB ഇല്ല, പിക്കാസ് സംവിധാനങ്ങളൊന്നുമില്ല. കഴിയുന്ന രൂപത്തിലുള്ള കുന്തം കൊണ്ട് കുത്തി കിഴിക്കുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് വിശന്നിട്ട് നീട്ടി നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ വയറ്റത്ത് ഒരു കല്ല് കെട്ടി. നബിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് പറഞ്ഞു, റസൂലെ ഞങ്ങളൊരു കല്ല് കെട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഖമീസൽ പൊന്തിച്ചെടുത്തപ്പോൾ 2 കല്ലാണ് നബി കെട്ടിയത്. പിന്നെ ഒന്നും പറയാനില്ല, അത്ര പ്രശ്നത്തിലാണ്. ഈ സമയത്ത് ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ വിഷമം കണ്ടിട്ട് ഭാര്യയോട് പറഞ്ഞു, നമ്മളെ വീട്ടിൽ വല്ലതും ഉണ്ടോ ചോദിച്ചു. 2 തിന്നാളെ ഗോതമ്പ് പൊടി ഉണ്ട്, എന്നാ കുഴച്ചൂടുകയാണ്. ചെറിയ രൂപത്തിൽ ഒരു കാട്ടുംകറി ഉണ്ടാക്കി, ഗോതമ്പുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വകാര്യത്തിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് നേടിയ ഒരാൾക്കും കൂടി 2 ഞാൻ ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വരികയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഉടനെ പിക്കാസ് അവിടെ ഇട്ടു, ആയുധം അവിടെ ഇട്ടു, കൈകൊട്ടിയിട്ട് എല്ലാ സ്വഹാബത്തിനോടും പറഞ്ഞു, ആദ്യം ഈ സഹാബിനോട് പറഞ്ഞിട്ട് വീട്ടിൽ പോ, ഞാൻ വരാതെ ചെമ്പിന്റെ മൂടി തുറക്കണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സന്തോഷത്തിൽ പോവുകയാണ്. റസൂൽ പറഞ്ഞു, നമ്മളെ സ്വഹാബി ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരും വരും. 1400 ചില ആൾക്കാർ, 2 തിന്നാളെ ഭക്ഷണമുള്ളൂ. ഈ സ്വഹാബി അപ്പൊ പറയാണ്, സത്യത്തിൽ എനിക്ക് നബിയോടൊപ്പം ഒരു ചെറിയ അരിശം തോന്നി. കാരണം നബിയെ സ്നേഹിച്ച് അങ്ങേയറ്റം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിട്ട് നബിക്കൊന്ന് തിന്നാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചപ്പോ എന്ത് പണിയാണ് റസൂല ചെയ്തത്? റസൂലുള്ളാഹി പറഞ്ഞു, സഹോദര ഞാൻ ചെമ്പട്ടിയിൽ എടുത്തച്ചാണ്.
ആ പാത്രം എടുത്തുവെച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സഹോദരങ്ങളെ റബ്ബിനെ തവക്കുലാക്കിക്കൊണ്ട് അതിലേക്കൊന്ന് ഉമിനീര് കലർത്തി എന്ത് ചെയ്തു? പതുക്കെ ഒന്ന് തുപ്പി.